ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാ സ്ക്രിപ്റ്റിൽ അസിൻക്രണസ് ഓപ്പറേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് മെത്തേഡാണ് അസിങ്ക് ആൻഡ് അവൈറ്റ്. ഇതാണ് ഏറ്റവും മോഡേൺ സിൻടാക്സ് ജാവാ സ്ക്രിപ്റ്റിൽ അസിങ്ക് ഓപ്പറേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ കോൾ ബാക്ക് മെത്തേഡും പ്രോമിസസും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ബേസിക്കലി അസിങ്ക് അവൈറ്റ് മെത്തേഡ് ഒരു പ്രോമിസ് മെത്തേഡ് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ടോപ്പിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ആണെന്ന് പറയാം. നമ്മുടെ കോഡ് കുറച്ചും കൂടെ ക്ലീൻ ആയി റീഡ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വരും. നമ്മൾ പ്രോമിസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു, കോൾ ബാക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റീഡ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. അതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് ഈ അസിങ്കും അവൈറ്റും. ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സെയിം എക്സാമ്പിൾ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഞാനിത് പ്രോമിസ് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് എൻ്റെ കയ്യിൽ രണ്ട് അസിൻക്രണസ് ഓപ്പറേഷൻ ഉണ്ട്, അത് രണ്ട് സെപ്പറേറ്റ് ഫംഗ്ഷനായിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യത്തേത് ഫെച്ച് യൂസറും രണ്ടാമത്തേത് ഫെച്ച് പോസ്റ്റും. അതിനകത്തൊരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോമിസിനകത്ത് ഞാൻ അസിൻക്രണസ് ഓപ്പറേഷൻ എഴുതി റിസോൾവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി ഒരു നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ പ്രോമിസ് മെത്തേഡ് ഫംഗ്ഷനെ കോൾ ചെയ്തു, ദെന്ന് വെച്ചിട്ട് ചേഞ്ച് ചെയ്തു. ദെന്നിന്റെ അകത്ത് ദെന്ന് വെച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്, ഈ ഓപ്പറേഷൻ റിസോൾവ് ആവുമ്പോൾ ദെന്നിൽ വരും. ദെന്നിൽ വന്ന് അടുത്ത ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. എഗെയിൻ അത് ദെന്ന് ചെയ്ത് അതിന്റെ റിസൾട്ട് നമ്മൾ ലോഗ് ചെയ്യുന്നു. എറർ ആണെങ്കിൽ ക്യാച്ച് ചെയ്യുന്നു. ഇപ്പൊ ഇത് രണ്ട് അസിൻക്രണസ് ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാം. ഒരു 5 അസിൻക്രണസ് ഓപ്പറേഷൻ ഇതുപോലെ ചേഞ്ച് ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിലോ, നമ്മൾ പ്രോമിസ് ചെയിനിങ് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ നമുക്ക് റീഡബിലിറ്റി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരൂലേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സേവ് ചെയ്യാൻ പോകുന്ന ഒരു കോഡാന്ന് വിചാരിച്ചു. ആദ്യം വാലിഡേഷന് വേണ്ടിയിട്ട് ബാക്ക് എൻഡിൽ പോകണം. അത് കഴിഞ്ഞ് അത് സക്സസ്ഫുൾ ആണെങ്കിൽ വേറൊരു വാലിഡേഷൻ നോക്കണം. അതും സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ഒതന്റിക്കേഷൻ എന്തെങ്കിലും ചെക്ക് ചെയ്യണം. അതും സക്സസ്ഫുൾ ആണെങ്കിൽ സേവ് ചെയ്താൽ മതി. ഫൈനലി സേവ് ചെയ്തിട്ട് വരുന്ന സ്റ്റാറ്റസ് യൂസറിന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ മൾട്ടിപ്പിൾ അസിൻക്രണസ് ഓപ്പറേഷൻസ് വരുന്ന സമയത്ത് ഈ ചെയിനിങ് നമുക്ക് റീഡബിലിറ്റി കുറയ്ക്കും. അതായത് ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, ഇൻ ബിറ്റ്വീൻ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഈ ചെയിനിങ് നമുക്ക് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി എന്താണ് അസിങ്ക് അവൈറ്റ് നോക്കാം. ആദ്യം ഇതിന് രണ്ട് കീവേഡ് ഉള്ളത്, അസിങ്കും അവൈറ്റും അല്ലെ. നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ തന്നെയാണ്, നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു അസിങ്ക് കീവേഡ് കൊടുക്കും. അപ്പൊ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു പ്രോമിസ് ആയിരിക്കും. ഇനി അസിങ്ക് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ അസിങ്ക് കീവേഡ് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ എക്സിക്യൂഷൻ പോസ് ചെയ്യും. എന്നിട്ട് ഈ പ്രോമിസ് മെത്തേഡ് റിസോൾവ് ചെയ്യുമ്പോഴാണ് അവിടെ വെച്ച് കണ്ടിന്യൂ ആവുന്നത്. ഞാൻ ഈ സെയിം എക്സാമ്പിൾ തന്നെ അസിങ്കും അവൈറ്റും വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഈ പ്രോമിസ് ചെയിനിങ് ഇവിടുന്ന് റിമൂവ് ചെയ്യുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിങ്ക് കീവേഡ് വെച്ചിട്ട് ഈ ഫംഗ്ഷനെ അസിൻക്രണസ് ഓപ്പറേഷൻ ആയിട്ട് മാറ്റി എഴുതുന്നു. കാരണം അവോയ്ഡ് കീവേഡ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവണം, അതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് ആദ്യം ഫെച്ച് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇനി നമുക്ക് അതിനെ ഒന്ന് കൺസോളും ചെയ്യാം. ഇനി ഇതിന്റെ എക്സിക്യൂഷൻ ഫ്ലോ നോക്കാം. ആദ്യം ഈ അസിൻക്രണസ് ഫംഗ്ഷൻ നമ്മൾ ഒരു യൂസർ ID 1 സെറ്റ് ചെയ്തിട്ട് കോൾ ചെയ്യുവാണ്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോമിസ് മെത്തേഡാണ് റിട്ടേൺ ചെയ്യുന്നത് അല്ലെ. അതിന്റെ അകത്ത് അവൈറ്റ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് പ്രോമിസ് മെത്തേഡിനെ കോൾ ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് അവൈറ്റ് കീവേഡ് കാണുമ്പോൾ ഈ ഫംഗ്ഷന്റെ എക്സിക്യൂഷൻ ഇവിടെ വെച്ച് പോസ് ചെയ്ത് റിട്ടേൺ ചെയ്യും. എപ്പോഴാണോ ഈ അസിൻക്രണസ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് റിസോൾവ് ചെയ്യുന്നത്, ആ സമയത്തായിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് സെയിം വേയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ അസിൻക്രണസ് ഫംഗ്ഷനെയും കോൾ ചെയ്യാം. ഇപ്പൊ ആദ്യത്തെ അസിൻക്രണസ് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തു, കൺസോൾ ചെയ്തു. രണ്ടാമത് അഗെയിൻ ഒരു അവൈറ്റ് വന്നു. അതായത് അഗെയിൻ ഒരു അസിൻക്രണസ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് അത് പ്രോമിസ് ആവുന്നത് വരെ ഈ എക്സിക്യൂഷൻ ഇവിടെ പോസ് ആവും. എന്നിട്ട് റിസോൾവ് ആയി കഴിയുമ്പോൾ അതിന്റെ നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ആയിക്കോളും. അപ്പൊ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് UI സ്റ്റക്ക് ആവില്ല. അതിന്റെ നെക്സ്റ്റ് അപ്പൊ സിൻക്രണസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണോ അത് പെർഫോം ചെയ്യുകയും ചെയ്തോളും. ഇവിടെ നമ്മുടെ കോഡ് കുറച്ചും കൂടെ സിമ്പിൾ ആയില്ലേ. അതായത് ഒരാൾക്ക് ഒരു സിൻക്രണസ് കോഡ് പോലെയായി, നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റൂലേ. അതായത് മൂന്നാമത് ഒരാൾ നമ്മുടെ കോഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മുടെ കോഡിന്റെ ഫ്ലോ മനസ്സിലാവും. ഫസ്റ്റ് ഓപ്പറേഷനെ കോൾ ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു, സക്സസ് ആവുമ്പം ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, എഗെയിൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു, സക്സസ് ആവുമ്പം അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. പ്രോമിസ് ചെയിനിങ്ങിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായി, കുറച്ചും കൂടെ റീഡബിൾ ആയിട്ട് മാറി. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്.
ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിനെ എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നല്ലേ. നമ്മൾ പ്രോമിസ് മെത്തേഡ് ആയിരുന്നപ്പോൾ ക്യാച്ച് ബ്ലോക്ക് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുമായിരുന്നു. ഇവിടെയും ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് പ്രോമിസ് ആയതുകൊണ്ട് പുറത്ത് നമുക്ക് ഡോട്ട് ക്യാച്ച് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ തൊട്ട് പ്രീവിയസ് വീഡിയോയിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൈ ക്യാച്ച് ബ്ലോക്ക് അല്ലേ. അപ്പൊ നമുക്ക് ഈ എക്സിക്യൂഷനെ ട്രൈ ബ്ലോക്കിൽ എഴുതാം. എന്നിട്ട് എറർ എന്തെങ്കിലും വരുവാണെങ്കിൽ എറർ ബ്ലോക്കിൽ ഈ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഫസ്റ്റ് മെത്തേഡിനെ കോൾ ചെയ്ത് റിസോൾവ് ചെയ്ത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ മെത്തേഡിനെയും കോൾ ചെയ്തു. ജാവ സ്ക്രിപ്റ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് അസിൻക്രണസ് ഓപ്പറേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ഈ അസിങ്ക് ഒബൈറ്റ്. എഴുതാനും അതുപോലെ മറ്റുള്ളവർക്ക് നമ്മുടെ കോഡ് റീഡ് ചെയ്യാനും ഒക്കെ പ്രോമിസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈസി ആയിരിക്കും. അസിക് കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അസിൻക്രണസ് ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യും. അവൈറ്റ് യൂസ് ചെയ്തിട്ട് അസിൻക്രണസ് ഓപ്പറേഷന്റെ പ്രോമിസ് റിസോൾവ് ആവുന്നത് വരെ പോസ് ചെയ്യും ഫംഗ്ഷൻ എക്സിക്യൂഷൻ. വൺസ് ഇറ്റ് റിസോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂഷൻ കണ്ടിന്യൂ ആവും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്